കാരണം കേരളത്തിൻ്റെ പരിസ്ഥിതി ചിന്തകളെ സാധാരണ മനുഷ്യർക്ക് എത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മരക്കവികൾ തന്നെയാണ്. അത് കവിയിലാണ് ശാസ്ത്രം വന്നത്. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ശാസ്ത്രം ആഴ്ന്നിറങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഒന്നാണ് കവിത. അത്തരത്തിൽ ഉള്ള കവികൾ അദ്ദേഹം സ്മരിച്ചത് ഒത്തിരി സന്തോഷം. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടുള്ളത് ഇന്ന് കേരളത്തിൽ ധാരാളമായി നടക്കുന്ന ഒരു സമരത്തെ കുറിച്ചിട്ടാണ്. ആ സമരങ്ങൾക്ക് പൊതുവെ പറയുന്നൊരു പേര് ബഫർ സോൺ വിരുദ്ധ സമരം എന്നാണ് പറയുന്നത്. ധാരാളം സ്ഥലങ്ങളിൽ ഹർത്താലുകൾ നടന്നു, ധാരാളം സ്ഥലങ്ങളിൽ ധർണകൾ നടക്കുന്നുണ്ട്, വനംവകുപ്പിൻ്റെ ഓഫീസുകൾ പിക്കറ്റ് ചെയ്യുന്ന സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് സംഘാടകർ ആവശ്യപ്പെട്ടുള്ളത് ആ വിഷയത്തിൽ വ്യക്തത ഉണ്ടാവണം. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അതിനകത്ത് നമ്മളെടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ചും കൂടി ആഴത്തിൽ കാര്യങ്ങളെ സമീപിച്ചാലേ അതിൽ വ്യക്തത കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ മുന്നിൽ ഞാൻ നോക്കുമ്പോൾ ദീർഘകാലമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കേരളം ഉണ്ടായത്? എങ്ങനെയാണ് കേരളം ഉണ്ടായത്? എങ്ങനെ? ഞാൻ ചോദിക്കുന്നത് നമ്മൾ വളരെ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? മഴ വരുന്നതാണ്. ആരാ മഴ വരുന്നത്? അപ്പൊ നമുക്ക് അറിയുന്ന കഥ ആരും പറഞ്ഞ് പരശുരാമൻ മഴ വരുന്നിട്ടാണ് സമുദ്രത്തിൽ പൊങ്ങി വന്നാണ് എന്നാണ് നമുക്ക് അറിയുന്ന കാര്യം. അങ്ങനെയാണോ? സംഭവ സത്യമാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? അറിയണ്ടേ നമുക്ക്? കണ്ടേ? അപ്പൊ കുട്ടികളോട് സത്യം പറഞ്ഞാൽ നിങ്ങളാണത് അറിയേണ്ടത്, സ്കൂളിൽ പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ കുട്ടികളോട് ചോദിച്ചു വെക്കാനൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് എന്തോ സംശയം ചോദിച്ചപ്പോൾ കുട്ടി ചൂടായി ഏറ്റെടുത്തു. പുള്ളി പറഞ്ഞു, അത് 5ാം ക്ലാസ് പഠിച്ചല്ലേ, ഞാനിപ്പോൾ 8ലായില്ലേ. അപ്പൊ പുള്ളിയുടെ ധാരണ 5 പഠിച്ചതന്നെ 5ന് പരീക്ഷ കഴിഞ്ഞോട് കൂടിയിട്ട് കഴിഞ്ഞു. 6ാം ക്ലാസ് പുതിയൊരു പരിപാടിയാണല്ലോ. ഞാനിപ്പോൾ 7ാം ക്ലാസ്സായി. അപ്പോഴാണ് എന്നോട് 5ാം ക്ലാസ്സിൽ ചോദിച്ചു വെക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ദേഷ്യത്തിന് കാരണം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പണ്ട് ഭൂമിയിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് ഒരൊറ്റ പീസായിരുന്നു. എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ആഫ്രിക്കയും യൂറോപ്പും അമേരിക്കയും എല്ലാം ചേർത്തിട്ട് ഒരൊറ്റ ലാൻഡ് മാസ് ആയിരുന്നു. അന്ന് ഉള്ള ആ ഒരു ലാൻഡ് മാസ് നമ്മൾ വിളിച്ചിരുന്ന പേര് പാൻജിയ എന്നാണ്. പാൻജിയ എന്നാണ് അതിനെ വിളിച്ചത്. ഈ പാൻജിയ പൊട്ടിപ്പിളർന്ന് പല ഭാഗത്തേക്ക് യാത്ര ചെയ്തിട്ടാണ് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം, നമ്മൾ ജീവിക്കുന്ന ഭാഗം, സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആഫ്രിക്കയായിട്ടാണ്. ആഫ്രിക്കേൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ പണ്ടൊക്കെ സ്കൂളിലെ എക്സ്പെരിമെന്റ് ആ ഒരു പരീക്ഷണം ചെയ്യാറുണ്ട്. ഒരു വേൾഡ് മാപ്പ് എടുത്തിട്ട്, ഭൂപടം എടുത്തിട്ട്, ഓരോ ഭൂഖണ്ഡങ്ങളും മുറിച്ചെടുത്തിട്ട് ഇതെല്ലാം ഒരുമിച്ച് വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാവരും ഒരുമിച്ച് ആയിരുന്നു. അതിന് ശേഷം പല വഴിക്ക് പോകുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഒരു വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങി പോവാണ് ചെയ്തത്. അതൊരു പ്ലേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പല പ്ലേറ്റുകളിലാണ് ഭൂമിയിലെ കര നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡമുള്ള പ്ലേറ്റ് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് സഞ്ചരിച്ച് പോകുന്നു. ഈ പോകുന്ന വഴിക്ക് ധാരാളം അഗ്നിപർവ്വതങ്ങൾ ഉള്ള ഒരു പ്രദേശത്തൂടെ കടന്നു പോകണ്ടേ. ധാരാളം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവും. അത് ഒഴുകി വരുന്ന ലാവ മുഴുവൻ ഈ കരയിൽ പടരുന്നുണ്ട്. ആ ഭാഗത്തിൽ ഇപ്പം നമ്മൾ വിളിക്കുന്ന പേര് ഡെക്കാൻ പീഠഭൂമി എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഡെക്കാൻ പ്ലാറ്റ് ഉയർന്നൊരു സ്ഥലമാണ്. കേരളത്തിൻ്റെ ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള ഉയർന്ന ആ ഒരു പീഠഭൂമിയാണ്
നീലക്കാൻ കീഴഭൂമി, കറുത്ത മണ്ണുള്ള പരുത്തി ചെടിയൊക്കെ നമ്മൾ വളർത്തുന്ന കൃഷി ചെയ്യുന്ന പ്രദേശമാണ്. ഈ ഉയർന്ന പ്രദേശത്തിന്റെ രണ്ട് വശത്തുള്ള ചരിവിനെയാണ് നമ്മൾ വെസ്റ്റ് പശ്ചിമഘട്ടം മറ്റു വെസ്റ്റ് ഈസ്റ്റേൺ ഘട്ട്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ പ്ലേറ്റ് അങ്ങോട്ട് പോയിട്ട് മുകളിലുള്ള മറ്റൊരു പ്ലേറ്റായിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട്. കൂട്ടിയിടിച്ചിട്ട് ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. അടിയിലേക്ക് പോകുന്ന സമയത്ത് നേരെയുള്ള പ്ലേറ്റ് പൊങ്ങുന്നുണ്ട്, താഴെ മറ്റൊരു പ്ലേറ്റ് വന്ന് കയറുമ്പോൾ. അങ്ങനെ പൊങ്ങിപ്പോയിട്ടുണ്ടായ ഒരു മലനിരയുടെ പേരാണ് ഇത് ഹിമാലയം. ഹിമാലയം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുക. പ്ലേറ്റുകൾ ഇപ്പോഴും നീങ്ങുന്നുണ്ട്, പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പ്ലേറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. അതിന്റെ കാരണം വളരെ വളരെ പതുക്കെയാണ് അത് മൂവ് ചെയ്യുന്നത്. അത് സഞ്ചരിക്കുന്നത് വളരെ പതുക്കെയാണ്. എത്ര പതുക്കെയാണ്? അത് നമ്മുടെ നഖം വളരുന്നത്ര പതുക്കെയാണ്. നഖം വളരുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നഖം വെട്ടേണ്ടി വരും, പക്ഷെ നഖം വളരുന്നത് നമ്മൾ കാണാറില്ല. ഇത് അത്ര പതുക്കെയാണ് ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് പോകുന്നു, യുറേഷ്യൻ പ്ലേറ്റിന്റെ അടിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് മറ്റൊന്നിന്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ മറ്റേ അറ്റം പതുക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പൊങ്ങി വന്ന സ്ഥലത്തിനെയാണ് നമ്മൾ കേരളം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ശാസ്ത്രത്തിന്റെ മിത്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പരശുരാമൻ കഴുവെറിഞ്ഞ കഥ. ഇത് സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നതാണ്. എങ്ങനെയാണ് സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നതാണെന്ന് അറിയാം. അതറിയുന്നത് നമ്മൾ പശ്ചിമഘട്ടത്തിന് മുകൾ ഭാഗത്ത് നമ്മൾ കടലിലുള്ള ധാരാളം ഫോസിലുകൾ കണ്ടിട്ടുണ്ട്, ധാരാളം ജീവജാലങ്ങളുടെ ശേഷിപ്പുകൾ കണ്ടിട്ടുണ്ട്, കക്കകൾ കണ്ടിട്ടുണ്ട്, ശംഖ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സമുദ്രത്തിൽ പൊങ്ങി വന്നതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ പശ്ചിമഘട്ടം എന്നുള്ളത് ഒരു പീഠഭൂമിയുടെ ചരിവാണ്. അത് ഹിമാലയമായിട്ടുള്ളതിൻ്റെ വ്യത്യാസം, ഹിമാലയം താഴേക്ക് പൊങ്ങി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. മറ്റൊന്ന് പീഠഭൂമിയുടെ രണ്ട് ചരിവുകളാണ്. ഈ ചരിവിൻ്റെ ഇപ്പുറത്തെ വശത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം എന്ന് പറയുന്ന നീളമുള്ള നന്നായി ചെരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പശ്ചിമഘട്ടം വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തെക്കേ ഇന്ത്യയിലെ നിരവധി മനുഷ്യർക്ക്, കോടിക്കണക്കിന് മനുഷ്യർക്ക് ശുദ്ധജലം എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയും ഈ പശ്ചിമഘട്ടം ചെയ്യുന്നത്. വാട്ടർ ടവർ എന്നാണ് അതിനെ വിളിക്കുക, ജല ഗോപുരം എന്നാണ് വിളിക്കുക. മഴയത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ സൂക്ഷിച്ചു വെക്കുകയും നമ്മുടെ നാട്ടിലുള്ള നദികളേക്കാൾ വലിയ നദികൾ, കൃഷ്ണ പോലെയുള്ള, ഗോദാവരി പോലെയുള്ള വലിയ നദികളിലെ വെള്ളം മുഴുവനാണ് അത് താഴെ പശ്ചിമഘട്ട മേഖലയ്ക്ക് പുറത്തുമുള്ള ധാരാളം മനുഷ്യർ ഉപയോഗിക്കുന്ന ജലം അങ്ങനെയാണ് ലഭ്യമാകുന്നത്. ഈ പശ്ചിമഘട്ടത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. കാരണം ഇവിടെ ധാരാളം വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങൾ വലിയ തോതിൽ എടുക്കാൻ തുടങ്ങുകയും ചെയ്യും. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം ധാതുക്കളാണ്. ധാതുക്കൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങി. നമ്മൾ കല്ലെടുക്കാൻ തുടങ്ങി, മണ്ണെടുക്കാൻ തുടങ്ങി. കല്ലിനെ നമ്മൾ നേരിട്ട് പുഴയിൽ നിന്ന് മണലെടുക്കുന്നതിന് പകരം നേരിട്ട് കല്ലിനെ നമ്മൾ മണലാക്കുന്ന ഒരു വിദ്യ കണ്ടെത്തുകയും ചെയ്തു. സാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന, പുഴയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കല്ലിൽ നിന്ന് നേരെ മണലാക്കി എടുക്കാൻ പറ്റും. ഇത് വലിയ തോതിൽ ഈ മലനിരകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങി. ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഖനനം ചെയ്തെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ പോയി നോക്കിയാൽ അങ്ങ് താഴെ വലിയ കുഴി കാണാം. അങ്ങ് താഴെ ചെറിയ ഉറുമ്പിനെ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ കാണുന്നത് ടോറസ് ലോറികളൊക്കെ, വലിയ ലോറികളൊക്കെ അങ്ങ് താഴെ ചെറിയ ഉറുമ്പിനെ പോലെയൊക്കെ കാണാം. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം മനുഷ്യരുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നും ഈ മേഖലയുടെ ആകെ തന്നെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ചത്. ആ കമ്മിറ്റി അവരുടെ പ്രവർത്തന രീതി വളരെ വ്യത്യസ്തമായിരുന്നു. മറ്റ് പാർലമെന്റ് കമ്മിറ്റികളുടെ രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയായിരുന്നു ആ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ഇത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള രീതിശാസ്ത്രമാണ് ഒരു ശാസ്ത്ര ജേണലിൽ, കറന്റ് സയൻസ് എന്ന് പറയുന്ന ജേണലിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷം അവർ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ അവർ പോസ്റ്റ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. 2011 അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, പശ്ചിമഘട്ട മേഖലയുടെ അതിര് അവർ തീരുമാനിച്ചു. അതിനുശേഷം ആ മേഖലയെ 9 കിലോമീറ്റർ into 9 കിലോമീറ്റർ ചതുരങ്ങളായിട്ട് അവരെ ഗ്രിഡുകളായിട്ട് അവരതിനെ തിരിച്ചെടുത്തുകൊണ്ട് ഓരോ ഗ്രിഡിൻ്റെയും ധാരാളം പാരാമീറ്റേഴ്സ് അവർ പഠിക്കുകയുണ്ടായി.
ആ സ്ഥലത്തിൻ്റെ ഉയരം, അതിൻ്റെ ചരിവ്, അവിടെ പെയ്യുന്ന മഴയുടെ അളവ്, അവിടെ ഇപ്പോൾ ഉള്ള ജനസംഖ്യ, അവിടെയുള്ള വെജിറ്റേഷൻ എന്താണ്, അവിടെ ഇപ്പോൾ ഉള്ള സസ്യജാലം എന്താണ്, അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച്, അതിൽ അപൂർവങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്, ആ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടായിട്ടുണ്ടോ, മണ്ണിടിച്ച് ഉരുൾപൊട്ടൽ പോലെയുള്ള, ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ഏകദേശം 18ഓളം കാര്യങ്ങളെ മുൻനിർത്തി ഓരോ ഗ്രിഡിനും അവർ ഒരു സംഖ്യ കണക്കാക്കിയെടുത്തു. ഈ 18 പാരാമീറ്റേഴ്സിൽ സ്കോർ ചെയ്തതെല്ലാം ചേർത്തിട്ടുള്ള സംഖ്യയാണത്. ഈ സംഖ്യ ഒരു സ്വാഭാവിക വനത്തിൻ്റെ അത്ര തന്നെയോ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ അത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1 എന്നവർ തീരുമാനിച്ചു. അതിനുശേഷം അതിനേക്കാൾ താഴെയുള്ള മാർക്ക് കിട്ടിയതിനെ സോൺ 2 ആയിട്ട്, പിന്നെ അതിനുശേഷം സോൺ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഓരോ സോണിലും എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. 2016 റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ തോതിലുള്ള ബഹളങ്ങൾ ആ റിപ്പോർട്ടിനെതിരെ ഉണ്ടായി. ആ റിപ്പോർട്ടിനെതിരെ ഉണ്ടായ ബഹളങ്ങളെ ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കോറികളെയാണ് എന്ന റിപ്പോർട്ട് കൃത്യം വായിച്ചാൽ ഏതാൾക്കും മനസ്സിലാവും. ഈ കോറികളുടെ ഒരു പ്രധാന പ്രശ്നം, കോറികൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കാളും വലിയൊരു പ്രശ്നം അതുണ്ടാക്കുന്നത് അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വല്ലാതെ മലീമസമാക്കി എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന മിക്കവാറും വലിയ പരിപാടികളെല്ലാം തന്നെ അവർ ഫണ്ട് ചെയ്യുന്ന അവരാണ്. കേരളത്തിൽ മിക്കവാറും എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും ഫണ്ട് ചെയ്യുന്ന അവരാണ്. കേരളത്തിൽ നടക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ ഭൂമി വിറ്റിട്ട്, ഭൂമിയുടെ കല്ല് വിറ്റിട്ട്, മണൽ വിറ്റിട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? അത് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അവർ ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനങ്ങൾ നോക്കിയാൽ അറിയാം ഇലക്ഷന് അവർക്ക് ആരാണ് പൈസ കൊടുത്തത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കോറികൾ മനുഷ്യവാസമുള്ള പ്രദേശത്ത് നിന്ന് ദൂരെയായിരിക്കണം എന്നുള്ളത് 200 മീറ്റർ എന്നുള്ളത് കുറഞ്ഞ് 50 മീറ്റർ വരെ ആക്കുന്ന തീരുമാനമാണ് സർക്കാർ ഏറ്റവും ആദ്യം എടുക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, നിലനിൽക്കുന്ന കോറികളുടെ വലിപ്പം കൂട്ടുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ്. കോറിയിൽ പൈസ വാങ്ങുന്ന എല്ലാവരും ഈ റിപ്പോർട്ടിനെതിരെ, ആ റിപ്പോർട്ടിന് വളരെ ചുരുക്കി പറയുന്ന പേര് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ്. വെസ്റ്റേൺ ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. നേരത്തെ നമ്മുടെ ഉദ്ഘാടനം സൂചിപ്പിച്ച ഗാഡ്ഗിലായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ആ റിപ്പോർട്ടിനെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും കത്തോലിക്ക സഭയൊക്കെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ച സമരങ്ങൾ നടന്നു. ഈ റിപ്പോർട്ട് ഇംഗ്ലീഷിലായിരുന്നു, അത് തർജ്ജമ ചെയ്ത് മലയാളത്തിലാക്കണമെന്നും അത് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യണമെന്നും ഈ ഓരോ സോണിൻ്റെയും ഇക്കോളജി സെൻസിറ്റീവ് സോൺ 1, 2, 3 ഇതിൻ്റെ 3 അതിർത്തികൾ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം പ്രാദേശിക ഗ്രാമസഭകൾക്കായിരിക്കണമെന്നും ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് അതായിരുന്നു, നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ അത് ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. ജനങ്ങളെ അകറ്റിക്കൊണ്ട് അത് പറ്റില്ല, ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അത് പറ്റില്ല. ജനങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വം പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട്, അധികാരം കൊടുത്തുകൊണ്ട് മാത്രമേ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എടുത്തത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്കാണ് ആ പ്രദേശത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. അതിനെക്കുറിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്വവും ജനങ്ങളെ ഏൽപ്പിക്കണം എന്ന് അദ്ദേഹം പറയാൻ പല കാരണങ്ങളുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. രാജസ്ഥാനിലെ ഒരു കടുവ സങ്കേതം, കടുവകളെ സംരക്ഷിക്കാനുള്ള കടുവ സങ്കേതത്തിൽ കടുവകളെ കാണുന്നുണ്ടോയെന്ന് സംശയം, കടുവകൾ ഉണ്ടോയെന്നൊരു സംശയം. പത്രത്തിലൊക്കെ വാർത്തയൊക്കെ വരാൻ തുടങ്ങി. അവിടെ കാട്ടിൽ പോകുന്ന ആളുകൾ, ടൂറിസ്റ്റുകൾക്കൊന്നും തന്നെ കടുവകളെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ പരാതി വന്ന സമയത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു കമ്മിറ്റി അയച്ചു അങ്ങോട്ടേക്ക്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്മിറ്റി അയക്കേണ്ടത്. കമ്മിറ്റി അവിടെ വന്ന് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്കുകളനുസരിച്ച് അവിടെ ഒരു 20-25 ഇടയ്ക്ക് കടുവകളുണ്ട്. ഓരോ വർഷവും ചിലപ്പോൾ 20 ആയിരിക്കും, ചിലപ്പോൾ 23 ആയിരിക്കും, ചിലപ്പോൾ 24 ആയിരിക്കും. ഇങ്ങനെയുള്ള കടുവകളുടെ എണ്ണം അവിടെ ഉണ്ടെന്ന് ഔദ്യോഗിക റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കടുവകളെ ആരും കാണുന്നില്ല. ഇവരവിടെ പോയി അന്വേഷിച്ച് പോകും. അവിടെയുള്ള വനംവകുപ്പിലുള്ള ഏറ്റവും താഴ്ന്ന ജീവനക്കാരെ, വാച്ചർമാരും ഗാർഡുമാരുടെയും ഫീൽഡ് ബുക്കുകൾ പരിശോധിച്ച് മനസ്സിലായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഒറ്റ കടുവ പോലും ഇല്ല എന്നുള്ളതാണ്.
സ്വാഭാവികമായിട്ടും ഗാർഗിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ കടുവകളുടെ എണ്ണം 0 ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വകുപ്പിന്റെ റിപ്പോർട്ടിൽ 20-നും 22-നും 23-നുള്ള സംഖ്യകൾ എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം പറയുന്നു, ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സർക്കാർ വകുപ്പിനെ ഏൽപ്പിച്ചാൽ നടക്കില്ല. കാരണം അവർക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രശ്നം ഒരിക്കലും സർക്കാരിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു വനംവകുപ്പ് ജീവനക്കാരനെ സംബന്ധിച്ചിട്ട് വനംവകുപ്പിന് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യവും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കടുവകൾ ഇല്ലെങ്കിൽ പോലും കടുവകളുടെ എണ്ണം 23-നും 22-നും അവരെ എഴുതിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരെ മാത്രം ഏൽപ്പിച്ചാൽ ഈ കാര്യം മര്യാദയ്ക്ക് നടക്കില്ല എന്നുള്ള നിലപാടാണ് ഗാഡ്ഗിൽ എടുത്തത്. മറിച്ച് ജനങ്ങൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം മറ്റൊരു സ്ഥലത്താണ്. സലീം അലി എന്നൊക്കെ ആളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സലീം അലി യെസ്, പക്ഷി നിരീക്ഷകനാണ്. സലീം അലിയുടെ ഒരു പ്രധാന പ്രത്യേകത, അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും പക്ഷികളെ കൂടുതലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും അതെല്ലാം പക്ഷി സങ്കേതങ്ങളാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലം അന്വേഷിക്കുകയും അത് സങ്കേതമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ പ്രദേശത്തിന്റെ പ്രത്യേകത സൈബീരിയയിൽ നിന്ന് പക്ഷികൾ ഇങ്ങോട്ടേക്ക് പറന്നു വരും. അവിടെ മഞ്ഞുകാലം ആവുന്ന സമയത്ത് അവർ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അവരിവിടെ ആ സമയത്തുണ്ടാവും. അത് കഴിഞ്ഞിട്ട് തണുപ്പ് കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യും. സലീം അലി പറഞ്ഞു, അവിടെയുള്ള പുറത്തുള്ള കർഷകർ അവരുടെ എരുമയും പോത്തിനെയും ഒക്കെ ഈ കാട്ടിലേക്ക് അയക്കുന്നത് ഈ പക്ഷികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അവിടെയുള്ള ഈ കാലും മേശയും നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. സലീം അലി അന്നത്തെ ഭരണാധികാരികളുടെ നല്ല ബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധി സലീം അലിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇനി കന്നുകാലികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കുകയും ചെയ്തു. കർഷകരാകെ പ്രശ്നത്തിലേക്ക് ധാരാളം എരുമകൾ പോത്തുകൾ അതിനെ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇവരവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഈ സ്ഥലം അല്ലാതെ ഇവർ ജീവിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളാണ്. അവരെ കുടിലെ മുറ്റം അല്ലാതെ വേറെ സ്ഥലമില്ല. അവർ ഈ വിശാലമായിട്ടുള്ള ഉള്ള മേഖലയിലേക്ക് അയച്ചിട്ടാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത്. ഇവരാകെ പ്രശ്നത്തിലായി. ഇവർ പെട്ടു. കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ സമരത്തിലേക്ക് പോയി. ഇവരവിടെ സമരം ചെയ്യാൻ തുടങ്ങി. സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അക്രമാസക്തമാവുകയും അവിടെ വെടിവെപ്പ് ഉണ്ടാവുകയും അവിടെയുള്ള ഈ സമരം ചെയ്ത കുറച്ച് പേര് വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അവിടെ കാലും മേയ്ക്കാനുള്ള അനുവാദം കൊടുത്തില്ല. ആ നിയമം അങ്ങനെ തന്നെ നിലനിർത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഈ കന്നുകാലികൾ മേയാതായപ്പോൾ ഈ പുല്ലെല്ലാം പൊങ്ങി വളരാൻ തുടങ്ങി. നല്ല ഉയരത്തിൽ വളരാൻ തുടങ്ങി. ഉയരത്തിൽ വളരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് സൈബീരിയ എന്നുള്ള പക്ഷികൾ വരാതെയുമായി. കാരണം അവരിവിടെ വന്ന സമയത്ത് അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ സ്ഥലത്ത് മറ്റു ജീവികളെ കണ്ടെത്താതെ പ്രഡേറ്റേഴ്സ് വന്ന് പിടിക്കാതെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സ്ഥലമായി അവരുടെ ഒരു വരവ് നിർത്തുകയും ചെയ്തു. ഗാഡ്ഗിൽ ഈ കഥയും പറയും. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ശാസ്ത്രജ്ഞനെ മാത്രം വിശ്വസിക്കരുത്, അവിടെ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുക്കണം. ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സാധാരണ മനുഷ്യനും കൂടി പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ടുള്ള ഇടപെടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മൂന്നാമതൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഉദാഹരണങ്ങൾ നോക്കാം. ഒരു തെർമൽ പവർ പ്ലാന്റ്. ഒരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദിമനിവാസികൾ, അവിടെ ജീവിച്ചിരുന്ന ആദിമനിവാസികളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയാണ്. തൊട്ട് പ്രത്യേകം മാറ്റി താമസിപ്പിച്ചിട്ട് ഇവിടെ തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാക്കുകയാണ്. പവർ പ്ലാന്റിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ്. ഈ വൈദ്യുതി ഈ ജീവിക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് മുകളിലൂടെ നഗരങ്ങളിലേക്ക് പോവുകയാണ്. നഗരത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി കൊടുക്കാൻ വേണ്ടി. ഈ സമൂഹത്തിൽ അവിടെ ഒരു ബൾബ് കത്തിക്കാനായിട്ടുള്ള കറണ്ട് പോലും അവിടെ കിട്ടുന്നില്ല. ഗാഡ്ഗിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് വികസനത്തിന് വേണ്ടിയിട്ട് ഇവരവരുടെ കിടപ്പാടം വിറ്റ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ വികസനത്തിന്റെ ഫലം അവർക്ക് കൂടി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ എപ്പോഴും ഈ മാറിക്കൊണ്ടിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് അദ്ദേഹം പറയുന്നത് മധ്യ ഇന്ത്യയിലെ കഥയാണെങ്കിൽ ഇത് കേരളത്തിലെയും കഥയാണ്. നിങ്ങൾ അതിരപ്പള്ളി എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? അതിരപ്പള്ളിയിൽ ജീവിക്കുന്ന കാടൻ വിഭാഗത്തിൽപ്പെട്ട ആദിമനിവാസികൾ ഇപ്പോൾ താമസിക്കുന്നത് 5ാമത്തെ സ്ഥലത്താണ്, കാട്ടിനകത്ത്. ആദ്യത്തെ ഡാം വന്ന സമയത്ത് അവിടുന്ന് മാറ്റി, 2ാമത്തെ ഡാം എത്തുമ്പോൾ അവിടുന്ന് മാറ്റി, ഇപ്പോൾ ഒന്ന് താമസിക്കുന്ന സ്ഥലത്താണ്. ഇനിയിപ്പോൾ അടുത്ത ഡാം പണിയാൻ പോകും. അപ്പോൾ വീണ്ടും അവരവിടുന്ന് മാറേണ്ടി വരും. അപ്പോൾ വികസനം എന്ന് നമ്മൾ പറയുന്നത് ഭയങ്കര രസമായിട്ട് സുന്ദരമായിട്ട് പത്രങ്ങളിലൊക്കെ വലിയ അക്ഷരത്തിൽ അടിച്ചു വരുന്ന നല്ല ഗംഭീര വികസനത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാഴ്ചകൾ കാണുന്ന സമയത്തൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മറുവശത്ത് ധാരാളം സാധാരണ മനുഷ്യർ
ഇതിനു വേണ്ടിയിട്ട് അവർ കിടപ്പാടം ഒഴിവാക്കി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ നിലപാട് അതായിരുന്നു, ജനങ്ങളെ കൂടി ചേർത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ കൂടി ചേർത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്, പരിസ്ഥിതി സംരക്ഷിക്കണമെന്നായിരുന്നു. പക്ഷെ ആ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായ സമയത്ത് പെട്ടെന്ന് ആ റിപ്പോർട്ട് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് നോക്കാനായിട്ട് മറ്റൊരു കമ്മിറ്റി നിലനിൽക്കുന്നത്. അതിന് ആ റിപ്പോർട്ടിനെ നേതൃത്വം കൊടുത്തത് പരിസ്ഥിതിയുമായി പ്രത്യേകിച്ച് യാതൊരു ബന്ധമില്ലാതിരുന്ന ഒരു ആണവ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വസ്തുരംഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആയിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്നു. അങ്ങനെ മറ്റൊരു റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടുകൾ തമ്മിലുള്ള പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം വസ്തുരംഗ കമ്മിറ്റി റിപ്പോർട്ടിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രമാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം എങ്ങനെയാണ് ഗ്രാമീണരെയും നിരക്ഷരായ ആദിവാസികളെയും ഏൽപ്പിക്കുക എന്നതാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിസ്ഥിതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് പങ്കൊന്നുമില്ല, അവർ പുറത്താണ്. അവർ മുഴുവൻ മാറ്റിക്കൊണ്ട് ഫസ്റ്റ് അങ്ങനെ പുതിയൊരു മാപ്പ് വരച്ചു. അതിനകത്ത് ഇങ്ങനെ 3 സോണുകൾ ഉണ്ടായിരുന്നില്ല, ഒറ്റ സോൺ ഉണ്ടായിരുന്നുള്ളൂ. കോളേജ് സെൻസിറ്റീവ് സോൺ എന്നുള്ള ഒറ്റ സോൺ മാത്രം. ഈ 3 സോണുകൾ ഉണ്ടായിരുന്നപ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യാം, മനുഷ്യർക്ക് എന്ത് കാര്യം ചെയ്യാം, പക്ഷെ എവിടെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് കോറി വേണമെങ്കിലും ആവാം, പക്ഷെ അത് 1ാമത്തെ സോണിലല്ല, 2ാമത്തേലല്ല, 3ാമത്തേലാവാം. നിങ്ങൾക്കൊരു റെഡ് കാറ്റഗറി ഇൻഡസ്ട്രി ആവാം, അത് 3ാമത്തെ സോണിലാവാം. ഈ ഒരു ഗ്രഡേഷൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി. കേരള സർക്കാർ മാത്രം ഇതുകൊണ്ട് മതിയാവാതെ സ്വന്തമായിട്ട് മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി നേതൃത്വം കൊടുത്തത് ഉമ്മൻ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറാണ്. അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിക്കുകയും ആളുകളോട് സംസാരിക്കുകയും അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് വന്നതോടുകൂടി എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കുന്ന കാട് മാത്രമേ സംരക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ, അത് മാത്രമേ എക്കോളജി സെൻസിറ്റീവ് സോൺ ആയിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ അതിന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. ഇന്ന് കേരള സർക്കാർ അത് ശരിയാക്കി കിട്ടണം എന്നുള്ള നിലക്കാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ നിലമ്പൂരുകാരനായിരുന്ന ഗവൺമെന്റിന്റെ ഉൾപ്പാട് കൊടുത്തിട്ടുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ കുറെ നാളായിട്ട് കിടക്കുന്നുണ്ട്. ആ കേസിന്റെ വിധിയായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പെട്ടെന്ന് തീരുമാനം എടുത്തു. ഈ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ഇതുവരെ എവിടെ പ്രഖ്യാപിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അത് എത്ര പെട്ടെന്ന് പ്രഖ്യാപിക്കണം. സുപ്രീം കോടതി സ്വന്തം നിലയ്ക്ക് പറഞ്ഞു, ഇപ്പൊ നിൽക്കുന്ന സംരക്ഷിത വനപ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം മുഴുവൻ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി പരിഹരിച്ചിട്ടുണ്ട്. ആ വിധിക്കെതിരെയാണ് ഇപ്പൊ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം സ്ഥലത്ത് ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇക്കോളജി സെൻസിറ്റീവ് സോൺ ആയി കഴിഞ്ഞാൽ അവിടെ സ്ഥിര നിർമ്മാണങ്ങളൊന്നും സാധ്യമാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി. അവിടെ നിന്ന് ആളുകൾ ഒഴുകി കൊണ്ടുവരുന്നുള്ളത് ധാരാളം പേടിയുണ്ട്. ഇതാണ് സമരത്തിന്റെ ഒരു സന്ദർഭം. ഇതേ സമയം തന്നെ കേരളത്തിൽ ഈ റിപ്പോർട്ടിനെതിരെ തുടങ്ങിയ സമരങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി സംഘടനാ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കിഫ എന്നാണ് ആ സംഘടനയുടെ പേര്, കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന വന്നിട്ടുണ്ട്. അതിൽ കൃഷിക്കാരാണെന്നാണ് പറയുന്നത്, പക്ഷെ അവർക്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ കൃഷിക്കാരുമായിട്ട് ചേരുന്ന പ്രവർത്തനമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ കിഫ വന്നിട്ട് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ അടുത്ത ഇലക്ഷനിലൊക്കെ മത്സരിക്കാനും ആളുകൾ ജയിപ്പിക്കാനൊക്കെ കൽപ്പുള്ള ഒരു സംഘടനയായിട്ട് അവർ മാറിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വക്കീലും ഓഫീസും സെക്രട്ടറിയും വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പോകുന്ന ഒരു സംവിധാനം. അവര് വളരെ അഗ്രസീവായിട്ട് ആ കാടിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വാദം, നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു ഇക്കോളജി സെൻസിറ്റീവ് സോൺ വേണമെങ്കിൽ അത് കാട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അല്ല, മറിച്ച് അതിർത്തി നിന്ന് കാടിന്റെ ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ആയിട്ട് നിങ്ങൾ വെച്ചോളൂ. പുറത്തുള്ള സ്ഥലത്തേക്ക് കാട്ടിലെ നിയമങ്ങൾ പുറത്തേക്ക് വരരുത് എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇത്തരത്തിലുള്ള വഴക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ നോക്കിയാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുക. 2018 പ്രളയത്തിന് ശേഷം അത് നമ്മൾ വിചാരിച്ചിരുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ 2019 തന്നെ നമുക്ക് മനസ്സിലായി പ്രളയം വീണ്ടും ആവർത്തിച്ചു. അതിനുശേഷമുള്ള ഓരോ വർഷങ്ങളിലും ധാരാളം ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്, മണ്ണിടിച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്. കാട്ടിൽ നിന്ന് ജീവജാലങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരെ ജീവൻ അപകടത്തിലാവുന്ന ധാരാളം കഥകൾ ഓരോ പ്രാവശ്യവും ഓരോ ആഴ്ചയും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ സംഭവത്തെ കുറിച്ച് കേൾക്കാറുണ്ടോ, വായിക്കാറുണ്ടോ? വന്യജീവികളുമായിട്ട് മനുഷ്യരുടെ സംഘർഷത്തെ കുറിച്ചിട്ട് ബേജാറാവാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നിലമ്പൂരിലെ
നിലമ്പൂര് തൃശ്ശൂര് ഒരു സ്ഥലത്ത് കുറച്ച് മാസങ്ങൾക്ക് പിന്നെ സംഭവിച്ചൊരു കാര്യം. ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റിട്ട് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നാണ്. വാതിൽ തുറക്കുമ്പോൾ മുറ്റത്തൊരു ആന നിൽക്കാം. ഈ സ്ത്രീ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ആനയുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കോമ്പൻസേഷൻ 10 ലക്ഷം രൂപയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. ഈ സ്ത്രീക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ആന ഒന്നും ചെയ്തിട്ടില്ല. നിലമ്പൂര് നെല്ലിക്കുത്ത് എന്നൊരു സ്ഥലം. നെല്ലിക്കുത്തയിൽ ഒരു ആനക്കൂട്ടം നടന്നു പോയ സമയത്ത് 2 ചെറുപ്പക്കാര് തമാശക്ക് ചെയ്തതാണ്. തമാശക്ക് അവര് തേക്ക് തോട്ടത്തിട്ട് ആന പോകുമ്പോൾ മുകളിൽ കയറി ഇരുന്നിട്ട് സൈക്കിളിന്റെ ട്യൂബ് കത്തിച്ചിട്ട് ആനയുടെ പുറത്തേക്ക്. ആ ട്യൂബ് കത്തി ആനയുടെ ശരീരത്തിൽ നിന്ന് ഒട്ടി നിന്ന് കത്തി. ഈ 2 പേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർ ജയിലിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് ജാമ്യം എടുത്ത് പുറത്തു വന്നു. ആ പുറത്തു വന്നാൽ ഒരാള് അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ രാവിലെ പുഴയിൽ കുളിച്ചിട്ട് ഒരു തോർത്തിട്ട് നടന്നു വരുന്ന വഴിക്ക് ഒളിച്ചു കിട്ടുന്നത് ആന കല്ലെറിഞ്ഞ ആളെ കൊന്നവരെ. യുദ്ധത്തിന് മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വയനാട് രാവിലെ നടക്കാൻ പോയ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഞാനൊക്കെ ആദ്യമായിട്ട് കാട്ടിൽ പോകുന്നത് ഏകദേശം 90കളുടെ ആദ്യമാണ്. 90-92 ആദ്യമായിട്ട് നമ്മൾ കാട്ടിൽ ഗവേഷണത്തിന് വേണ്ടി പോകുന്നു. അന്ന് പോകുന്ന സമയത്തുള്ളൊരു രീതി, ആനകൾ കാട്ടിലുണ്ടാവും, നമ്മളെ ജോലി ചെയ്യുന്നുണ്ടാവും, ആനപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ആനക്കൂട്ടം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മൾ ആനക്കൂട്ടത്തെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മുടെ പണി കഴിഞ്ഞ് നമ്മൾ പോരുകയും ചെയ്യും. പക്ഷെ ഇനി മേലാലും സാധ്യമല്ല. ഇന്നും നമ്മളെ കണ്ടാൽ ആന ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കും. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കുന്ന അവസ്ഥയിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും ഓരോ മഴ ഉണ്ടാകുന്ന സമയത്ത് പുതിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മലയോര മേഖലയിൽ നിന്ന് ആളുകൾ ധാരാളമായിട്ട് താഴേക്ക് കുടിയൊഴിഞ്ഞ് പോകുന്നുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ആവശ്യമുണ്ട്. അവർക്ക് 24 മണിക്കൂർ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. ഇപ്പോൾ അവർ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ 24 മണിക്കൂർ നമുക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതില്ലാതെ എപ്പോഴെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അറിയുന്നതും കൂടി ഇല്ല അവർ. അപ്പോൾ അത് സൗകര്യങ്ങൾ മലയോര മേഖലയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ താഴേക്ക് ഇറങ്ങും. പണ്ട് പറഞ്ഞിരുന്നത് ഗാർഡൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞിട്ട് പോകേണ്ടി വരും എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത്. ആ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ ആളുകൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴെ മാത്രമല്ല, വനമേഖലയിൽ മാത്രമല്ല പ്രശ്നം. തീരമേഖല അതിനേക്കാൾ വലിയ അപകടത്തിലാണ്. ഒരുപക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് ശംഖുമുഖം എന്ന് പറയുന്ന ഒരു കടൽത്തീരുണ്ടായിരുന്നു. പണ്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പം ഇല്ല, കടലെടുത്ത് പോയി. തിരുവനന്തപുരം എയർപോർട്ടിന്റെ അതിന്റെ തൊട്ട് പുറത്ത് വരെ കടലെത്തിയിട്ടുണ്ട്. കുറച്ച് വർഷത്തിനകത്ത് എയർപോർട്ടിലേക്കും കടല് കയറാൻ സാധ്യതയുണ്ട്. പല സ്ഥലത്തും സ്ഥലം ഇല്ലാതാവുകയാണ്. തീരദേശത്ത് ജീവിക്കുന്ന ആളുകൾ അകത്തേക്ക് മാറാൻ തുടങ്ങണം. അവർക്കവിടെ ജീവിക്കാൻ പറ്റാതെ അകത്തേക്ക് മാറേണ്ട അവസ്ഥയാണ്. കേരളം വല്ലാതെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഇടമായിട്ട് മാറിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ ബഫർ സോൺ നിർണ്ണയിക്കുന്ന പ്രക്രിയക്കെതിരെയുള്ള സമരങ്ങൾ നാട്ടിലുടനീളം നടക്കേണ്ടത്. എന്താണ് നമ്മൾ അതിലെടുക്കേണ്ട നിലപാട് എന്നുള്ളതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സത്യത്തിൽ ഇത് ബഫർ സോൺ അല്ല, ഇത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണ്. പരിസ്ഥിതി ലോല മേഖല നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ്. അത് യാന്ത്രികമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു കാടിൻ്റെ ചുറ്റും 1 കിലോമീറ്റർ ഒരു വല വരയ്ക്കുന്ന പ്രക്രിയ അല്ല. മറിച്ച് അതിനൊരു ശാസ്ത്രമുണ്ട്, അതിനൊരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രത്തിലൂടെ മുന്നോട്ട് പോവുകയും അതനുസരിച്ച് അതിനെ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പരിസ്ഥിതി സംരക്ഷണം അതുകൊണ്ട് സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ആ തരത്തിൽ നമുക്ക് പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ എടുക്കേണ്ട ഒരു നിലപാട് നമുക്ക് വീണ്ടും ശാസ്ത്രീയമായിട്ട് ഗാർഡൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് ഈ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടണം. അതിൻ്റെ ഏറ്റവും ഫൈൻ ട്യൂണിങ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിർത്തികൾ രൂപീകരിക്കേണ്ട ഉത്തരവാദിത്വം പ്രാദേശികമായിട്ടുള്ള ഗ്രാമസഭകൾക്ക് ഉണ്ടാവണം. ഗ്രാമസഭകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം.
ആ തരത്തിലുള്ള ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ മാറിത്തീരേണ്ട ആവശ്യമുണ്ട്. സംരക്ഷിക്കേണ്ടത് പശ്ചിമഘട്ടം മാത്രമല്ല, മറിച്ച് കേരളത്തിലെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഇതൊരു തുടർച്ചയാണ്. പശ്ചിമഘട്ട മേഖലയിൽ നല്ലൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ കൊണ്ട് തീരത്ത് അത് എത്തിയിട്ടുണ്ടോ, അത്രമാത്രം വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ മഴ പെയ്യുകയും ആ വെള്ളം താഴേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് കടലിൽ വേലിയേറ്റമാണെങ്കിൽ ഈ വെള്ളത്തെ കടല് അപ്പം തന്നെ സ്വീകരിക്കുകയില്ല. ഇത് അവിടെ പൊങ്ങാൻ തുടങ്ങും, അത് വെള്ളപ്പൊക്കമായിട്ട് മാറും. അങ്ങനെ പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്തു കൂടിയാണ് നമ്മൾ സിൽവർ ലൈനൊക്കെ പണിയാനായിട്ട് ശ്രമിച്ചത്. ശ്രമം ഇപ്പോഴും നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് എന്താകുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാൽ പോലും വലിയ അപകടം പിടിച്ച കാര്യമാണ്. നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ ഇത്ര നാളുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് പ്രകൃതിയോടൊപ്പം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. യു ക്യാൻ ഓൺലി വർക്ക് വിത്ത് നേച്ചർ, യു ക്യാൻ നെവർ വർക്ക് അഗൻസ്റ്റ് നേച്ചർ. പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനം നമുക്ക് സാധ്യമാവില്ല എന്നുള്ളതാണ് നമുക്ക് എത്രയോ മനുഷ്യത്തിൽ ഇത്ര നാൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലായ ഒരു കാര്യം അതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ കെട്ടിടങ്ങൾ, നഗരങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന പല കൺസ്ട്രക്ഷൻസും ഒക്കെ തന്നെ ഒരു നൊടിയിടയിൽ തകർന്ന് ഇല്ലാതാവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊച്ചി പോലുള്ള നഗരം, പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് വിളിക്കാവുന്ന കൊച്ചി പോലുള്ള നഗരത്തിന്റെ ആയുസ് 2050 വരെ മാത്രമാണ്. പക്ഷെ 2050 നമ്മൾ പ്രായമായ എന്നെ പോലുള്ള ആളുകളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടാവും 2050. അപ്പോൾ കൊച്ചിക്ക് എന്താ സംഭവിക്കണമെന്നൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാവും. ഇപ്പൊ തന്നെ പല സ്ഥലത്തും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. കെട്ടിടങ്ങൾ താഴ്ന്നു പോകുന്നു, കെട്ടിടങ്ങൾ ചരിഞ്ഞു പോകുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതമെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റണം. അതിനുള്ള പിന്തുണ നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് ശാസ്ത്രത്തെ, സയൻസിനെ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള രീതി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഗാന്ധി കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ വരുന്ന സ്ഥാപനം കേരള വന ഗവേഷണ സ്ഥാപനം എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്, കാടിനെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാന്ധി കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ മെത്തഡോളജി ഉപയോഗിച്ചത് പശ്ചിമഘട്ട മേഖലയ്ക്ക് വേണ്ടി മാത്രമാണ്. പശ്ചിമഘട്ട മേഖലയിലേക്ക് മാത്രമാണ് അത് ചെയ്യുന്നത്. നമ്മളതിനെ മറ്റെല്ലാ മേഖലയിലേക്കും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അത് തീരപ്രദേശം മുതൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരങ്ങളിലുള്ള കേരളം മുഴുവൻ പ്രദേശത്തും ഈ ഒരു രീതിശാസ്ത്രം നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ പഞ്ചായത്തിനും അറിയേണ്ട ആവശ്യമുണ്ട്. ആ പഞ്ചായത്തിനകത്ത് പരിസ്ഥിതി ലോല മേഖല ഏതാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. എവിടെയാണ് വീടുകൾ പണിയാൻ പറ്റുന്ന സ്ഥലം ഏതാണ്, എവിടെയാണ് പുഴ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം എവിടെയാണ്, എവിടെയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണ്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള തരത്തിൽ ഓരോ പഞ്ചായത്തിനെയും നമുക്ക് മാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ ഒരു ശാസ്ത്രത്തിന് പിന്തുണയോട് കൂടിയിട്ട് പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. ഘട്ട സംരക്ഷണ ഏകോപന സമിതിയുടെ ലക്ഷ്യവും അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്ന ഒരു അവസരം ഉണ്ട്, ചോദിക്കാവുന്നതാണ്. കുറച്ചു കാലമായി രാത്രികാലങ്ങളിൽ പക്ഷികൾ കൂടുതൽ വെളിച്ചമുള്ള വാഹനങ്ങൾ പക്ഷികളെ ഓടിക്കുന്നത് വളരെ പറ്റുന്നതായിട്ട് ഒരു പക്ഷിയല്ല, ഒരു 100 കണക്കിന് പക്ഷി. അത് റിസോർട്ടുകളായിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, എല്ലാം വളരെ പ്രതിഭാസത്തിന്റെ ഇതാണ്. കുരിശുമലയിൽ കാണാൻ പശുവ ആ ഭാഗങ്ങളിലുള്ള വീടുകളിൽ റിസോർട്ട് വെളിച്ചുള്ള വാർത്തകൾ ചെറിയ കുറ്റിച്ചെടികളിൽ കസേര അടിയിൽ വന്നിട്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ പ്രാവശ്യം നമ്മളത് പോയാൽ നല്ല രീതിയിൽ കൺസെഷനോടെ നടത്തുന്നു. പക്ഷികൾ കേരളത്തിൽ നമ്മൾ മൊത്തത്തിൽ യാത്ര ചെയ്താൽ കാണുന്ന ഒരു കാഴ്ചയാണ്
ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, അവിടെയൊക്കെ നിൽക്കുന്ന മരങ്ങളിൽ ഉറപ്പായിട്ട് രാത്രി നിറയെ പക്ഷികളായിരിക്കും. അതിന്റെ കാരണം ആ മരങ്ങൾ അവരെ സംബന്ധിച്ച് വളരെ സുരക്ഷിതത്വം കൊടുക്കുന്നതാണ്. മനുഷ്യൻ അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പാമ്പിനെയാണ്. ഇവരെ മുട്ട തിന്നാൻ പറ്റുക അങ്ങനെയുള്ള. അപ്പോൾ ധാരാളം മനുഷ്യനുള്ള ഒരു സ്ഥലമാകുമ്പോൾ ഒരിക്കലും പാമ്പുണ്ടാവില്ല. ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊന്നും പാമ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ദൂരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തെക്കാളും അവരെപ്പോഴും ഇഷ്ടപ്പെടുക മനുഷ്യൻ്റെ ഒപ്പമുള്ള ഒരു സ്ഥലമായിരിക്കും. പക്ഷെ അതല്ലാത്ത പക്ഷികൾ ആ തരത്തിൽ പെരുമാറുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം അവർ സ്വാഭാവികമായിട്ട് ജീവിച്ച സ്ഥലങ്ങളിൽ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായി തന്നെ പേടിച്ചിട്ട് തന്നെയാണ് അവർ മനുഷ്യനെ കാണുന്നത്. മനുഷ്യൻ്റെ അടുത്താണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അപകടം ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഈ വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തേണ്ട ആവശ്യമില്ല. എന്താണ് അവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്? രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന് അവർ ചേർക്കുന്ന മരങ്ങളില്ലാതായിട്ടുണ്ടാവും, അതല്ലേ, അല്ലെങ്കിൽ അവിടെ വലിയ മറ്റു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ചിലപ്പോൾ അവിടെ വേട്ട നടക്കുന്നുണ്ടാവാം, പക്ഷികളെ വെടിവെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വലിയ ശബ്ദങ്ങളുള്ള കൺസ്ട്രക്ഷൻ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഒഴിഞ്ഞു മാറിപ്പോയത്. പഞ്ചായത്തുകൾ ഇതിൽ ചെയ്യുന്ന സേവനങ്ങൾ പറഞ്ഞാണോ ആ ബാധ്യത അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ താങ്കളിപ്പോൾ പിന്നെ ജോലി ചെയ്യുന്ന മേഖലകൾ ഈ ഓഫീസുകൾ അവിടെയൊക്കെ പരാതിപ്പെട്ടാൽ താങ്കളുടെ ഓഫീസിനൊക്കെ അത് ഇടപെടാൻ കഴിയും? നല്ല ചോദ്യമാണ്. സത്യം ഞങ്ങളൊരു ഗവേഷണ സ്ഥാപനമാണ്. പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. മറ്റ് സർക്കാർ വകുപ്പുകൾ പോലെ ഒരു നിയമം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരുടെ പക്ഷത്തിൽ നിന്ന് നമ്മൾ അവർക്ക് റിപ്പോർട്ട് ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഈ സ്ഥാപനങ്ങളും അതേപോലെ കോടതിയും അത് ഗൗരവത്തോട് കാണാറുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിലേ താങ്കളെ ഈ ഓഫീസുമായി ബന്ധപ്പെടാൻ പറ്റുന്ന അഡ്രസ് കൂടി പറഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടന കേൾക്കുന്നുണ്ട്. ഈ ഗ്രാമസഭയുടെ പിന്നെ അഭിപ്രായങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഗ്രാമസഭകളൊക്കെ നിയന്ത്രിക്കുന്നത് പ്രധാന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ ഗ്രാമസഭകളുടെ അഭിപ്രായം സ്വാധീനിക്കപ്പെടില്ലേ ഒരു വഴി? അപ്പോൾ പ്രധാനപ്പെട്ട ഈ മേഖലകൾ കരുവാരൊക്കെ നടക്കുന്ന ഗ്രാമസഭകളിലും നമുക്ക് പ്രധാന പാർട്ടികൾ ഗ്രാമസഭയിൽ ഇങ്ങനെ തീരുമാനം പോകണം, ഇങ്ങനത്തെ പ്രമേയം പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താവുന്നില്ല? നല്ല ചോദ്യമാണ്. കാരണം പലപ്പോഴും ഇത് ഇവിടെ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ. ഞാൻ ഒരിക്കൽ കർണാടകത്തിൽ ഈ ഗ്രാമസഭയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യം, സാർ ഏത് ഗ്രാമസഭയെ കുറിച്ചാണ് പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെ പല ഗ്രാമസഭയിലും ഒരു ഗ്രാമസഭയിൽ അല്ലല്ല ഇവിടെ 2 ഗ്രാമസഭയാണ്. പക്ഷേ എന്താ 2 ഗ്രാമസഭ? അപ്പോൾ ഒരു ഗ്രാമസഭ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പണ്ടേ ഉള്ള ഗ്രാമസഭയാണ്. അതായത് നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്നത് പോലെ അവർ സ്വാഭാവികമായിട്ട് അവിടെ ചേരുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവിടെ ഏറ്റവും പ്രായമുള്ള ആളുകൾ ഇരുന്നിട്ട് അതിന് തീരുമാനം കൽപ്പിക്കുകയും ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു ഗ്രാമസഭയാണ്. നമ്മൾ പഞ്ചായത്താക്കാന്നൊക്കെ പറയുന്നു. ആ പരിപാടി വാക്കൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. മറ്റൊന്ന് ഈ പുതിയ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചിട്ട് വന്ന ഗ്രാമസഭയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവർ വിളിച്ചോണ്ട് പോകും. അപ്പോൾ മീറ്റിംഗ് നടക്കുന്ന റൂമിൻ്റെ പുറത്തൊരു ബുക്ക് വെച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് ഒപ്പിട്ടിട്ട് പോയാൽ മതി. അവിടെ വേറെ പ്രത്യേകിച്ച് വർത്താനത്തിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് നിയമം വേണ്ടി സാധനം വേണമല്ലോ. പഞ്ചായത്തെ സംബന്ധിച്ചിട്ട് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ആവശ്യമാണ്, ഇത്ര പേര് പങ്കെടുത്തു ഗ്രാമസഭ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ എന്നോട് നിഷ്കളങ്കമായി ചോദിച്ചത്, സാറ് ഏത് ഗ്രാമസഭയെ കുറിച്ച് പറയുന്നത്? ആ ഗ്രാമസഭയാണോ ഇതാണ് എന്നുള്ള സംശയം ഉണ്ടാവും. ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാഥമികമായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ സംരക്ഷിക്കേണ്ടത് പരിസ്ഥിതിയേക്കാൾ ഏറെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തെയാണ്. ആ ജനാധിപത്യം നിലനിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ഇടപെടാനായിട്ട് പറ്റുന്നുണ്ടാവും. എൻ്റെ മുന്നിലുള്ള തെളിവ് കഴിഞ്ഞ 4 ഇലക്ഷനിൽ കേരളത്തിൽ നടന്ന പല ഇലക്ഷനുകളിലും കഴിഞ്ഞ 4 ഇലക്ഷനിൽ ഒന്നിപ്പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും എൻ്റെ അടുത്ത് വന്നിട്ട് 10 പൈസ പോലും ചോദിച്ചില്ല. പിരിവിന് വന്നിട്ടേ. പക്ഷേ ഇലക്ഷൻ ഗംഭീരമായിട്ട് നടക്കണ്ടല്ലോ. എവിടുത്തെ പൈസ? വേറെ ഇത് പറഞ്ഞാൽ നമ്മുടെ 10 പൈസ പോലും അവർക്ക് ആവശ്യമില്ല. പണ്ടൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ അറിയാം, ഒരു വീട്ടിൽ വരും, അച്ഛനോട് നോട്ടീസ് കൊടുക്കും, രസീത് കുറ്റിയായിട്ട് വരും. നമ്മളൊരു 20 രൂപയാവും 50 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അത് രസീത് എഴുതി അത് തിരിച്ച് തന്നു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ പരിപാടി അവസാനിച്ചു.
അവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നാട് തോറും പൈസയ്ക്ക് വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ഈ രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്യും, അവരുടെ നിലപാടുകളൊക്കെ പറയുകയും സംവാദമൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ആ പരിപാടി അവസാനിച്ചു. ഇപ്പൊ അവർ ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്താൽ ഓഫീസിൽ പൈസ എത്തിപ്പോകും. ഇങ്ങനെ മലീമസമായ ഒരു ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഗ്രാമസഭകൾ അവരാണ് മേൽക്കൈ എന്നുള്ളത്, ആ മേൽക്കൈ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റുന്നത് തന്നെയാണ് ചോദ്യം. അങ്ങനെ നടന്നിട്ടുള്ള പഞ്ചായത്തുകളുണ്ട്. ഇപ്പൊ ഹരി ഇവിടെ ഉണ്ട്. ഹരി വരുന്ന സ്ഥലത്ത് അവിടെ പടിഞ്ഞാറക്കര പഞ്ചായത്തില് പഞ്ചായത്ത് തീരുമാനിച്ചു ഗാർഹിക കമ്മിറ്റി റിപ്പോർട്ട് നോക്കുക അസാധ്യമാണ്. അപ്പൊ നമ്മൾ അവിടെയുള്ള ജനങ്ങളെ എത്രമാത്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, എത്രമാത്രം അവരെ നമുക്ക് വിവരങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ അധികാരം എത്രയുണ്ടെന്ന് അവരെ നമ്മൾ എത്രമാത്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക്. ആ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ആകെയുള്ള ഒരു അധികാരം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമാണ്. ആ സമയത്ത് മാത്രമേ ഉള്ളൂ അവരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആ വഴിക്കൊന്നും ആരും പോലുള്ളൂ. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ പിന്നെ കണ്ടുവരുള്ളൂ. അപ്പൊ അത് ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സംവിധാനം വേണം. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടി പോലും അതാണല്ലോ സംഭവിക്കുന്നത്. നമ്മൾ വിവരങ്ങൾ അറിയാം, ഇടപെടാനുള്ള വഴികൾ കണ്ടെത്തുക. ഈ തരത്തിൽ അങ്ങനെ മലീമസമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെയാണ് ജനാധിപത്യത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റുക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതൊക്കെ തന്നെ. അതല്ലാതെ നമുക്ക് വേറൊരു ഇടമില്ല. അതുകൊണ്ട് ഗ്രാമസഭകളെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു സംവാദം തുടങ്ങി വെക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ സംസാരിച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. തോറ്റുപോയേക്കാം, പക്ഷെ അത് പിന്നീട് പുതിയ ആളുകൾ അതിലേക്ക് വരുന്നുണ്ടാവും. കാരണം വളരെ ചെറിയ സമയത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുകയും അവർ പറയുന്നതിനോടൊപ്പം നിൽക്കുകയൊക്കെ ആളുകൾ ചെയ്തേക്കാം. പക്ഷെ എല്ലാ കാലത്തേക്കും അങ്ങനെ ആവണമെന്നില്ല. പണ്ടേ പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് കുറേ ആളുകളെ കുറച്ച് നാളത്തേക്ക് പറ്റിക്കാം, കുറച്ച് ആളുകളെ കുറേ കാലത്തേക്ക് പറ്റിക്കാം, പക്ഷെ എല്ലാവരെയും എല്ലാ കാലം പറ്റിക്കാൻ പറ്റില്ല. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള പാഠം. അപ്പോൾ ആ തരത്തിലൊരു സംസാരം നമ്മൾ തുടങ്ങി വെക്കേണ്ട ആവശ്യമുണ്ട്. ജനങ്ങളായിട്ട് സംവദിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രശ്നങ്ങളുടെ കാരണം കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നു, ഒരു ഉരുൾപൊട്ടലുണ്ടാവുന്നു, എന്തുകൊണ്ടാണ്, നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ ജനങ്ങളിലേക്ക് ആ അറിവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് അവർക്കുള്ള ജനാധിപത്യ വേദികളെല്ലാം തന്നെ ഏറ്റവും ശരിയായിട്ട് ഉപയോഗിക്കാനും നമ്മൾ അവരെ സജ്ജരാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് ഏറ്റവും നന്നായി നടക്കാൻ സാധ്യതയുള്ള സ്ഥലം കേരളമാണ്. കാരണം ഇത്തരത്തിലുള്ള സാക്ഷരതയുള്ള പ്രദേശം കയറിയില്ലേ, അവിടെ നമുക്ക് ആ സാധ്യത ഉപയോഗിക്കാൻ വേണം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞങ്ങളുടെ പഞ്ചായത്തിലെ കാര്യവട്ട വില്ലേജിലെ മേഖല പ്രദേശമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിലവിൽ ഏകദേശം ഒരു 35 വർഷങ്ങളായിട്ട് കോക്സ് സംരക്ഷണത്തെ കൂറി വരുന്നുണ്ട്. അവർ ഈ കോറി വേസ്റ്റൊക്കെ അവിടെ തന്നെ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ മലമടത്ത് ഇടയിൽ കൂടിയാണ് വേസ്റ്റ് തന്നെയാണ് ഡബ് ചെയ്യണം. അത് മഴക്കാലം ഒരു നേരെ കുട്ടൻ ചെയ്യും, കുറിച്ച് പോലും അവർക്ക് യാത്ര വെക്കുന്നില്ല. അതിന്റെ കയ്യിൽ ഒന്നും മറ്റു സ്ഥലത്തേക്ക് നിക്ഷേപിക്കേണ്ട സാമ്പത്തിക നഷ്ടമില്ല. ഇപ്പോൾ 19-20 കാലവർഷത്തിൽ ഈ പാർപ്പിടം മുഴുവൻ എന്ത് ചെയ്യും, ഒലിച്ചു വന്ന് താഴെയുള്ളതായ കൃഷിഭൂമി മുഴുവൻ നശിച്ചു. അപ്പോൾ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോയി അവരെ കുറെ നോട്ടീസ് ഏകദേശം 5-6 മാസത്തോളം ഒരു ദിവസം 75 മുതൽ 80 വരെ ലോഡ് ആ മലപ്പുറത്ത് അടിച്ച് വീണ്ടും മറ്റൊരു അവരുടെ സൈറ്റിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷമാണ് അനുമതി കൊടുത്തത്. പറഞ്ഞു വന്നത് ഇതിനെതിരെ ഞങ്ങൾ ഗ്രാമസഭ കൂടി. ഗ്രാമസഭ കൂടിയപ്പോൾ ഇന്ന് വെടുത്ത പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏത് രാഷ്ട്രീയ പാർട്ടികളും സമാനമാണ്. ഞാൻ അവർക്ക് സാർ പറഞ്ഞ പോലെ പാർട്ടി ഫണ്ട്, അതുപോലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തെ ഫണ്ട് മാത്രമല്ല ഒരു സാമ്പത്തികമായി പിന്നോട്ട് വെക്കുന്ന മേഖല എന്നുള്ളത് സാധാരണക്കാരായ ആളുകളെ കോറിന് കല്ലുകൾ കൊടുത്തിട്ട് അവർക്ക് മെറ്റ് കൊടുത്തിട്ടൊക്കെ സ്വാധീനിക്കുന്നു. ഈയിടെ ആ കോറി കൃഷി നിൽക്കുന്ന സ്ഥലം അത് സർക്കാരിന്റെ 3.5 ഏക്കർ മിച്ചഭൂമിയാണ് എന്നവരെ കണ്ടെത്തിയിട്ട് വില്ലേജ് ഓഫീസർ പരാതിയില്ല. ഞങ്ങൾ അതിന്റെ സൈറ്റ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞു. ആ വില്ലേജ് ഓഫീസിലില്ല. ഇവിടെ തഹസിൽദാർ അടുത്ത് പോയി, അവിടെ സൈറ്റില്ല. നേരെ അതിങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കണ്ട് കളക്ടർ ഓഫീസിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചപ്പോൾ അവിടെയും ഇന്നതില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ ഇടപെടൽ കാരണം അത് പിൻവലിച്ചിരിക്കുകയാണ്, അവർ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോ ഈ ഞങ്ങളിങ്ങനെ അതിലേക്ക് ഇടപെടുന്നു കണ്ടപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് ചെറിയ സർക്കാർ സ്കൂളിൽ
കുട വരെ വിതരണം ചെയ്തുകൊണ്ട് അവരുടെ അഡ്രസ് ചെയ്ത ഓപ്ഷൻ അഡ്രസ് ചെയ്ത കുട വരെ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഗ്രാമസഭയിൽ നമ്മൾ ശക്തമായി ഉന്നയിച്ചപ്പോൾ അവർ സാധാരണഗതിയിൽ പാവപ്പെട്ട കുറച്ചാളുകളാണ് ഗ്രാമസഭയിലേക്ക് വരിക. അവരെ കാശ് കൊടുത്ത് മാറ്റി നിർത്തി അവർക്ക് വഴങ്ങുന്ന ആളുകളെ കാശ് കൊടുത്ത് വരുത്തുകയും മാത്രമല്ല ഈ കള്ളുകുടിയന്മാരെയും അതുപോലെ തന്നെ കഞ്ചാവിൻ്റെ ആളുകളൊക്കെ അതൊക്കെ കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് അവരെ ഗ്രാമസഭയിലേക്ക് വരുത്തിക്കൊണ്ട് സാധാരണ തന്നെ അവർ കാശ് കൊടുത്ത് മാറ്റിയെടുത്തുകൊണ്ട് ഗ്രാമസഭയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിർത്തുകയില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ബദല് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടാതെ ഏത് രാഷ്ട്രീയക്കാരും അവരുടെ ഇടപെടൽ വളരെ സ്വാധീനമാണ്. നമ്മളൊക്കെ വളരെ പരാജയപ്പെടുകയാണ്. അതിനെതിരെ എങ്ങനെയാണ് നടപടി എടുക്കാൻ കഴിയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ പഞ്ചായത്ത് സത്യത്തിൽ സാറ് നേതൃത്വം സൂചിപ്പിച്ച അമറാലെ മറ്റ് ഇത് പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു കോറി 35 വർഷത്തിൽ തൊട്ടടുത്ത് കോറി വരാനുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സ്റ്റേ വന്നുകൊണ്ട് അത് ഇല്ലാതെ ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകതയാണ്. സത്യത്തിൽ പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി എന്ന് പറയുന്ന ഈ പരിപാടി നടത്തുന്ന സംഘടന ഉണ്ടായത് തന്നെ താങ്കൾ ഉന്നയിച്ച ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഏറ്റവും അധികം സമരം നടക്കുന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. ധാരാളം സമരങ്ങൾ, ചെറുതും വലുതുമായ ധാരാളം സമരങ്ങൾ നടക്കുക. അത് ഭൂരിപക്ഷം സമരങ്ങളും കോറികൾക്കെതിരെയുള്ള സമരങ്ങൾ തന്നെയാണ്. ഈ സമരങ്ങളെ ഏകോപിപ്പിക്കുക. കാരണം എല്ലാ സമര സമിതികളും ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. മറ്റു ചില ആളുകൾ നിയമപരമായിട്ട് കുറച്ചും കൂടി അറിവുള്ളവരായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം കൈമാറുകയും മുന്നോട്ട് പോകാനുള്ള നിലക്ക് ആണ് ഈ സംഘടന ഉണ്ടാവുന്നതാണ്. ധാരാളം സമരങ്ങൾ തോറ്റുപോയി. ചില സമരങ്ങൾ അപൂർവമായിട്ട് ചില സമരങ്ങൾ വിജയിച്ചു. ചില സമരങ്ങൾ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഒരു സത്യം ആളുകൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ധാരാളം സ്ഥലങ്ങളിൽ ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സർക്കാരും ആ തരത്തിലുള്ള മാറ്റത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഈ വിഭവം, ഈ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന കല്ലെന്ന് പറയുന്ന വസ്തു ഉണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ ആരുടെയാണ്? ഇത് ആരുടെ സ്വത്താണ്? ആരുടെ സ്വത്താണ് ഇത്? അവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്റെ സ്വത്താണല്ലോ. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറകളുടെ കൂടി സ്വത്താണ്. നമ്മുടെ മക്കളും അവരുടെ മക്കളൊക്കെ അവർക്ക് വീട് വെക്കേണ്ടി വരും. പാറ എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ കുറഞ്ഞു പോകുന്നൊരു വിഭവമാണ്. പിന്നെ പുതുതായിട്ട് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു വിഭവത്തെ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ആ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സാധ്യമാവുക അത് പൊതു നിയന്ത്രണത്തിലാവുമ്പോഴാണ്. നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കേരളത്തിലെ എല്ലാ പാർലമെന്റുകളും സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷേ എത്ര പാറ പൊട്ടിച്ചെന്നുള്ള കണക്കെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. അതാണ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു നിലപാട്. അപ്പോൾ ഇപ്പം ഗോവയിൽ അവിടുത്തെ ഖനനത്തിനെതിരെ സഭ ചെയ്ത ക്ലോഡ് അൽവാരിസ് പറയുന്നൊരു കാര്യമുണ്ട്. ഗോവയിൽ നിന്ന് പൊട്ടിച്ച വസ്തുക്കളുടെ വില ഗോവയിലെ മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇത് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള മനുഷ്യരായിരുന്നു ഗോവയിൽ ജീവിക്കുന്ന മനുഷ്യർ. അങ്ങനെ അതെല്ലാം ആവുക. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ വർഗം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ കോറിയായിട്ട് ബന്ധപ്പെട്ടോ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു പുതിയ വർഗം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഗമാണ് എല്ലാവർക്കും ഉള്ള പണം ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യൻ പറയുന്ന കാര്യം ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമേയില്ല. സാധാരണ മനുഷ്യൻ്റെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഉദാഹരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന കാര്യമാണ്. അതിൻ്റെ തീവ്രതയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെതിരെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ സാധ്യമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അത്ര തന്നെ പറ്റിയിട്ടില്ല. സമരങ്ങൾക്ക് പുതിയ മാർഗങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. കേരളത്തിൽ 2 പ്രാവശ്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഈ കോറികളെല്ലാം പൊതുമേഖലയിലാക്കും എന്ന് പ്രകടന പത്രികയിലുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, നടപ്പിലാക്കിയില്ല എന്ന് മാത്രം. ഇത് പൊതുമേഖലയിലേക്ക് വരാമെന്നുള്ളത് പ്രധാനമാണ്. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. 1984 വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപിൽ വിഷമദ്യ ദുരന്തം ഉണ്ടാവുന്നത്. അത് വലിയ സംഭവമായിരുന്നു. ധാരാളം പേര് മരിച്ചു, ധാരാളം ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു, ധാരാളം കുടുംബങ്ങൾ അനാഥാവുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം സംഭവിച്ചൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ബിവറേജസ് കോർപ്പറേഷൻ എന്ന സാധനം രംഗത്ത് വരികയും സർക്കാർ പരിപാടി മൊത്തത്തിലങ്ങ് ഏറ്റെടുക്കും.
അതിനുശേഷം എത്രയോ നാളെ 84 മുതൽ ഇതുവരെ നടന്ന കാര്യത്തിനിടയ്ക്ക് ആകെ ഉണ്ടായ ഒരു പ്രശ്നം കല്ലുവാതുക്കൽ ഉണ്ടായ ഒരു പ്രശ്നം മാത്രമാണ്. വേറെ സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മദ്യപിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ ആ വ്യവസായം പൂർണ്ണമായും സർക്കാർ നടത്തുന്ന ഒരു വ്യവസായമായി മാറി എന്ന് മാത്രമല്ല, പിന്നെ സർക്കാർ അന്നത്തെ ദിവസത്തെ ചെലവ് നടത്തുന്നത് പോലും ഇതിൽ വരുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള അവസ്ഥയായി. ബെവറേജസ് കോർപ്പറേഷനിലെ വലിയ ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലേ? ഒരു തമാശ കോഴിക്കോട്ടിൽ ചെറിയ കുഞ്ഞു പറഞ്ഞൊരു തമാശ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കര കടയിൽ നിറയാണല്ലോ. അപ്പം കുഞ്ഞ് ഉപ്പയോട് ചോദിച്ചതിൻ്റെ സംഭവം അവിടെ ആ കടയിൽ നിന്നറിയാം. അപ്പം അത് എന്താണ് മദ്യപിക്കുന്ന ലോകങ്ങൾ ഞാൻ വരുന്നപ്പോൾ അങ്ങനെ ഒരു കട തുടങ്ങും. കാരണം എത്ര മനുഷ്യനെ വാങ്ങാൻ നിൽക്കുന്നു. മറ്റൊരു കടയിൽ അങ്ങനെ കാണില്ലല്ലോ. ഇതിങ്ങനെ ആളുകളിങ്ങനെ നിറയെ നിൽക്കുകയാണ്. ഇത്രയും ആവശ്യത്തിന് വസ്തു വയ്ക്കുന്ന കട ഞാൻ വരുന്നപ്പോൾ തുടങ്ങുന്നതാണ് കുട്ടി എന്ന് പറയുന്ന പോലെ ധാരാളമായ ആളുകൾ വാങ്ങുകയും ഓരോ ആഴ്ചയും ട്രഷറിയിലേക്ക് അടച്ചിരുന്ന ബെവറേജസ് കോർപ്പറേഷനുള്ള വരവ് പിന്നീട് ഓരോ ദിവസം അടക്കലായി. ഇപ്പോൾ ദിവസത്തിൽ 2 പ്രാവശ്യമാണ് പൈസ അടക്കുന്നത്. അത് കിട്ടിയിട്ട് കൂടെ പ്രതി ചെലവ് നടത്താനുള്ള അവസ്ഥയാണ്. ഇത്ര മാത്രം പൈസ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം ആ സർക്കാർ വകുപ്പിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സത്യത്തിൽ ഇതിനേക്കാൾ ഏറെ വരവുള്ള ഒരു വിഭാഗമാണ് ഈ പാതകൾ. ഇത് സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാരിന് പുറത്തു വരാൻ പറ്റുകയും ചെയ്യും. മാതൃകകൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേക്ക് പോലെയുള്ള മരം നല്ല വില പിടിപ്പുള്ള മരമാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് തേക്ക് വാങ്ങാൻ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം തേക്ക് ലേലത്തിൽ വിളിക്കണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ മരങ്ങൾ അട്ടിയിട്ടുണ്ട്. അത്രയും മരം ഒരാൾക്കും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ലേലം വിളിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ അത് ലേലം വിളിക്കാൻ പറ്റും. എന്നിട്ട് അവർ പിന്നെ അത് ചെറിയ പീസായിട്ട് പിന്നെ വീണ്ടും കച്ചവടം നടത്താൻ ചെയ്യും. അപ്പോഴേക്ക് വില ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നിങ്ങൾക്കൊരു തേക്ക് തടി വേണമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനും നിങ്ങളുടെ വില്ലേജ് ഓഫീസറിൻ്റെ ഒരു കത്തുമായിട്ട് ഡിപ്പോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തടി മാത്രമായിട്ട് വാങ്ങിച്ചിട്ട് പോരാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വീട് വെക്കാനായിട്ടുള്ള കല്ലും മണലും സർക്കാർ തരുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പറ്റാത്ത ആ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഈ മേഖല ആകെ തന്നെ ഒരു മായ വലയത്തിനകത്ത് പെട്ട പോലെയാണ്. അപ്പം ഞാൻ ഈ നിരന്തരമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് യാദൃശ്ചികമായിട്ട് കേരളത്തിലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ കാണുന്നുണ്ട്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല. പക്ഷെ അദ്ദേഹം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ ചായ കുടിക്കാൻ ഉള്ള ബ്രേക്കിനിടയ്ക്ക് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാണ്. നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും കാര്യം നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് കാര്യം സാർ ഉദ്ദേശിച്ചത്? അല്ല ഈ കോറി ഉണ്ടല്ലോ, കോറിയൊന്നും സർക്കാരായിട്ട് എടുക്കുന്ന പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് നടക്കാൻ പറയുന്ന ആരാന്ന് പറയണം, കേരളത്തിൽ ഈ കോറികൾക്ക് അനുവാദം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം അദ്ദേഹം പറയാൻ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ കാര്യം. അദ്ദേഹം പറഞ്ഞു അതെ കോറി നടത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗുണ്ടായിസൊക്കെ വേണ്ടി വരും, അതൊന്നും ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അല്ല സുഹൃത്തെ, സർക്കാരിൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല ഗുണ്ടാസംഘം ഉള്ളത് പോലീസ് സർക്കാരിൻ്റെ കയ്യിലുള്ള അതിനേക്കാളും വലിയ ഗുണ്ടാസംഘം എന്താണ്? തോക്കടക്കം പിടിച്ച് പരസ്യമായിട്ട് നടക്കാനായിട്ട് അധികാരമുള്ള പോലീസ് ഉള്ളപ്പോൾ അതിനേക്കാളും വലിയ എന്ത് ഗുണ്ടാസംഘം? അല്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിൻ്റെ കഥ അറിയാമെന്ന്. ഞാൻ പറഞ്ഞു എന്താ സംഭവം സാറ് പറയും പറഞ്ഞു. നിങ്ങൾക്കറിയില്ല, എൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നതാണ് അവരിവിടെ എൻ്റെ ഓഫീസിലേക്ക് വരുന്നത്. ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും അവർ എത്ര വില പിടിച്ച കാറുകളിലെ വരുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നോട് ചോദിക്കും. ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇവർ വരുന്ന കാറിന്റെ വലുപ്പമൊക്കെ കണ്ട് ആകെ മയങ്ങി നിൽക്കുക, ആരാധന മുഖത്ത് നിൽക്കുക. വേണമെങ്കിൽ നാളെ ഒരു കോല മുതലാളിയായിട്ട് ജനിച്ച പറയുന്നത് ചിലപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും. ആ ലെവലിൽ, കാരണം അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെന്റ് തലവനാണ്. എന്നിട്ട് പോലും അയാൾക്ക് പറ്റാത്ത സുഖ സൗകര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള അസൂയയിലും ഒക്കെ അങ്ങനെ ഈ മനുഷ്യൻ നിൽക്കുന്നു. ഇത് അപ്പം അതുകൊണ്ട് മറ്റൊരു കഥയെക്കുറിച്ച് ചിന്തിക്കാനേ പുള്ളിക്ക് പറ്റില്ല. സർക്കാർ ഇത് നടത്തുന്നതിനെ കുറിച്ച് പുള്ളിക്ക് ചിന്തിക്കാനേ സാധ്യമല്ല. കാരണം അവരാണ് ഈ മൊത്തത്തിൽ സംഭവം നടത്തുന്നത്. വേറെ ഇതിൽ പറഞ്ഞാൽ നമ്മളൊക്കെ കാഴ്ചക്കാരായി നിൽക്കുകയും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഈ യുദ്ധങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വേറൊരു തരത്തിൽ ഈ സംവിധാനം പോവുകയും ഏറ്റവും സാധാരണ മനുഷ്യർ ഓരോ പരിസ്ഥിതി പ്രശ്നത്തിലും മരണമടയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമയത്ത് അതിനെതിരെ വരുത്തുന്ന ഏറ്റവും ചെറിയ ഒരു പ്രതികരണം, പ്രക്ഷോഭം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ മുന്നിൽ വഴിയിടും.
ഉസ്മാൻ പറഞ്ഞതിൽ അതിൻ്റെ ബാക്കി ഞങ്ങളുടെ നാട്ടിൽ ക്രഷർ തുടങ്ങാതിരിക്കാനായിരുന്നു പുതിയൊരു പദ്ധതി വരാൻ നിൽക്കായിരുന്നു. അതിനെ ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് നീതിക്കും ന്യായത്തിനും വേണ്ടി മാത്രം ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ ഇതിലധികം ചെലവ്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സമാധാനം എന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെപ്പ് ഉണ്ടായി എന്നുള്ളൊരു സമാധാനം മാത്രം ആ ഒരു ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ആ സമരസഭയുടെ ചെയർമാനാണ് അദ്ദേഹം, കണ്ണീറുമാണ്. ഇവിടെ ചെന്നാലും നീതി കിട്ടാൻ ഇവിടെ ഓഫീസുകളിലൊന്നും ഞങ്ങൾക്ക് നീതിയില്ല. ഞങ്ങൾ ഹൈക്കോടതി ഞങ്ങളുടെ പേരിൽ PDPP ആക്ട് അടക്കം ചുമത്തി ഹൈക്കോടതി അത് റദ്ദ് ചെയ്ത് പോലീസ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഞങ്ങൾക്ക് ഉണ്ടായി. കാരണം ഹൈക്കോടതി അത് ഞങ്ങളെ ശരിക്കും കണ്ടു എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ ചെലവ് നമ്മളാണ്. ജോസ് ചോദിക്കാൻ കാരണം ഇതെല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ്. അത് ആദ്യം ഇതിനകത്ത് ഇടപെടുമ്പം എല്ലാവർക്കും പൈസ കിട്ടുന്ന ഒരു മേഖലയാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അതിങ്ങനെ കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും. ഈ പൈസ വാങ്ങുന്ന കൂട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, വക്കീൽമാരുണ്ട്, ജഡ്ജിമാരുമാണ് പല ആൾക്കാരുണ്ട്. അങ്ങനെ വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്താണ്. നിറയെ ഇതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാൻ പറ്റണം, അത് പൊതുസമൂഹം അറിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ശരി. പക്ഷെ അതിന് ഈ കഥകളല്ലല്ലോ നമ്മൾ കേൾക്കുക. ഈ കഥകളൊന്നും സിനിമയാവുന്നില്ലല്ലോ, ഈ കഥയൊന്നും കഥയാവുന്നില്ലല്ലോ, ഇതൊന്നും കവിതയാവുന്നില്ലല്ലോ. അതുപകരം നമ്മൾ മറ്റെന്തോ ഒരു മായ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. ശരിക്കുള്ള സത്യം ജീവിക്കുന്ന നിങ്ങളാണ്. അത് പുറത്തേക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, അത് എഴുതേണ്ട ആവശ്യമുണ്ട്, ജനങ്ങളത് അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. അവർക്കും ഒരു വഴി തുറന്നു കൊടുക്കുന്ന കാര്യമായിട്ട് മാറുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുക്കളുടെ സംരക്ഷണ ഏകോപന സമിതിയുടെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം തന്നെ ഈ തരത്തിൽ വിവരങ്ങൾ കൈമാറുകയും അപൂർവമാണ് നിങ്ങളെ പോലെയുള്ള കഥകൾ. അപൂർവമായിട്ടാണ് വിജയങ്ങളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തോൽവിയാണ് കൂടുതൽ. അതിനിടയ്ക്കുള്ള ഏറ്റവും ഒരു വിജയമെങ്കിൽ ആ വിജയമെങ്കിൽ പോലും എല്ലാവരും അറിയാവുന്നത് വളരെ പ്രധാനമാണ്. പറഞ്ഞു അതില് പാരിസ്ഥിതിക വിഷയം കൊണ്ടാണല്ലോ അത് ഇപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ അടക്കം 3 പാർക്ക്, അതെ, ഒരു പാർക്കിന് ഏകദേശം പഠിക്കുന്നത് മാതാപിതാക്കൾ 1 കഴിഞ്ഞു. അതിൻ്റെ KTയുടെ ഫിനാൻഷ്യൽ ഇടപാടിലെ 7 പേരുടെ കമ്പനി തുടങ്ങിയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം താഴെ ഈ ചീങ്കണ്ടിപ്പാലി കടകളെ പൊളിക്കാൻ വേണ്ടി സാധനം കണ്ടിട്ടുണ്ടാവും. ശരിക്കും കടകളെ പൊളിച്ചത് എന്തിനായിരുന്നു? ക്യാമറയുടെ വണ്ടിയെടുക്കും ജിയോളജിയുടെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്കും കറക്റ്റും കളക്ടർമാരും എല്ലാം ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. ഞാൻ ചോദിക്കാനുള്ള കാരണം തൊട്ടപ്പുറത്ത് ആ മലയുടെ ഒരു ശരി ഇങ്ങനെയാണ്. അതിൽ ഭീകരമായ തടയണ ഞാൻ പശ്ചിമബംഗാളിൽ പലവട്ടം ഞാൻ പറഞ്ഞു. അതിലും ഭീകരമായ തടയണ ഒരു രാജ്യസഭ MP-യുടെ അവിടെയുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് പലവട്ടം പറഞ്ഞ ആരും പ്രതികരിച്ചു. തടയണ കൊണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ അൻവറിന്റെ JCB ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു 2018 പ്രളയത്തിൽ 3 തടയണയിൽ 2 തടയണ കൂട്ടിയിട്ട് എല്ലാം കൂടെ 10 തടയണമായിട്ട് മാറിയത്. ഭീകരമായ കളി. അതിനിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ പോയിട്ട് എനിക്ക് ആകാശ നഷ്ടങ്ങളും കോട്ടയം ഞങ്ങൾ കാടുകൂടെ കയറിയിട്ട് തിരുവനന്തപുരം കയറി. അവിടെ ഈ ആന ചെരിഞ്ഞിട്ട് അസ്ഥിയായിട്ടാണ് പങ്കോർക്കാൻ. അത് ചെരിഞ്ഞു 20 വയസ്സിൽ കൊമ്പനാണ്. 3 ആഴ്ച മുന്നാണ് അത് കാണും. അസ്ഥി മാത്രമേ ഉള്ളൂ. മറ്റു മൃഗങ്ങളുടെ ഒരു കാലഘട്ടം ഞാൻ കാണാറുണ്ട്. പണ്ട് ധനേസാറ് നമ്മൾ തോന്നുന്നത് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വിളിക്കാൻ വിളിച്ച് മെസ്സേജിൽ കൊടുത്തു. പുള്ളി ഇടയ്ക്ക് വന്നിട്ട് അന്വേഷിച്ചു. അസ്ഥികൾ പലാറിന്റെ അസ്ഥികളൊക്കെ കാണുന്നുണ്ട്. ഈ തടയണകൾ ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ആകെ ഒരു എന്ന് പറയുന്നത് അതാണ്.
എന്താണ് തടയണം നിന്നുകൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി. രണ്ട് തടയം കുറിക്കണം അല്ലെങ്കിൽ അല്ല, അത് പ്രധാനമായിട്ട് അനധികൃത നിർമ്മാണം എന്നുള്ള നിലക്കാണ് അത് പൊളിച്ചത്. അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരുന്നില്ല നോക്കിയത്. അത് പാർക്കും പാർക്കിന് ലൈസൻസ് ഉണ്ടായിട്ടില്ല. അതെ, പക്ഷെ ആ ലൈസൻസ് പൂർണ്ണമല്ലായിരുന്നു. ആ ലൈസൻസ് അതിന് വേണ്ട പാരിസ്ഥിതിക അനുവാദങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ കേസാണ്. നമ്മുടെ ഇതിലെ പ്രശ്നം ഉണ്ടായി. ആ പാർക്കിനകത്തുള്ള പാട്ടുറപ്പായിട്ട് അത് കുട്ടികളോട് താഴേക്ക് പോകുന്നത് നമ്മൾ പോകുമ്പോൾ ചാലൂർ പഞ്ചായത്തിലെ സിൽവാർ റിസോർട്ടിൽ നിന്ന് റോഡിൽ നിന്ന് നോക്കിയതാണ്. അതിനകത്ത് 2 ലക്ഷം രൂപ കേരളത്തിൽ കാശ്. ആ വെള്ളം കുട്ടികൾ നേരെ താഴേക്ക് പോകുന്നത് കോഴിപ്പാറ വാട്ടർഫാൾസിനെ കൊണ്ടുവന്ന അവിടെ താഴെ താമസിക്കുന്ന അതാണ് സുഖമൊന്നുമില്ല. അതിനൊക്കെ ലൈസൻസ് കിട്ടുന്നു. കാര്യങ്ങളെല്ലാം റിസോർട്ടുകൾ ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളാണ്. ബീം നോക്കിയിട്ട് അതിനകത്താണ് ഈ സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കക്കാളംപൂരിലുള്ള ഏരിയയിൽ ഈ കുരിശുമലയുടെ മേലെ EFL ആണോ അല്ലേ, EFL പെടുവോ ഇല്ലേ ഒന്നും അറിയാത്ത ഈ മേഖലയിലാണ് കൺസ്ട്രക്ഷൻ മുഴുവനാണ്. അവിടെ ആകെ നമ്മളെ ഒറ്റ വിഷയം എന്ന് പറയുന്നത് ഈ PV അനുസരിച്ച വിഷയം മാത്രമാണ്. ബാക്കിയുള്ളവർ മുഴുവൻ അവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. KTJയില് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അമിത്ഷാന്റെ മകൻ അവിടെ 10 കോടിയുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടി റിസോർട്ടിന് വേണ്ടി അതിന്റെ ആളുകളെ കാസർഗോഡ് വന്നിട്ടതാണ് കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. 2 വർഷം ഇതൊക്കെയാണ് കച്ചവടം നടത്തിയത്. 2 വർഷം ഇപ്പാണ് കൂടിയാണ് കച്ചവടം. കക്കാളംകോയിൽ ഒരു ഏകപക്ഷീയമായിട്ട് വശം കിടന്ന സമിതി എന്തെങ്കിലും അതെടുത്ത് ബാക്കിയുള്ളതൊന്നും ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലെന്നാണ് എനിക്കറിയുന്നത്. ബാക്കിയുള്ള കൺസ്ട്രക്ഷനൊക്കെ അതിലേറെ നടത്തിയിലേറെ ഭീകരമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നടത്തുന്നത്. കൃഷ്ണമലയ്ക്ക് ഇപ്പോൾ കയറി സാറിനിപ്പോൾ അവർ പോയി നോക്കിയാണ്. കൃഷ്ണമലയുടെ താഴെ നിന്നിട്ട് നോക്കിയാൽ തന്നെ കാണാം. ആ ബിൽഡിംഗ് ഞാൻ ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ കുളോക്സം പോലുള്ള റിസോർട്ട് ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെയുള്ള നാടൻ പോലുള്ള ആദിവാസി കുടുംബങ്ങളുടെ അവസ്ഥ? എനിക്ക് തോന്നുന്നത് പശുപാലന സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിട്ട് ഇതുവരെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം നോക്കിയിട്ട് നിലപാടെടുക്കുന്ന ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ വിഷയങ്ങളും ഒരേപോലെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. ചില കാര്യങ്ങളിൽ ഒരു നമുക്കൊരു പഴുത് കിട്ടുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കാം, ജനശ്രദ്ധ നേടുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടോ? അല്ലാതെ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ സംഘടനയുടെ ഭാരവാഹികൾ അത് വിശദീകരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത് ബേജാറില്ല. അത് അമേരിക്കയുടെ വില്ലേജിലാണ് എക്കോട്ടൂറിസം വന്നിട്ട് ഇതിന്റെ ഗേറ്റ് അടക്കം പൂട്ടിയിട്ട് അവർ വെച്ചു. ഞാൻ ഇതല്ലാത്ത പൊസിഷനാണ് 3 കോടിക്ക് ദിവസം കഴിഞ്ഞിട്ട് അവിടെ എന്നിട്ട് അവരുടെ സൈബർ ഗുണ്ടകളെ വിട്ടിട്ട് കഴുത്ത് വെട്ടുന്നത് അവർക്ക് കാണുന്നത് റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴുത്ത് വെട്ടിട്ട് സൈബർ ഗുണ്ടകൾ കാണിക്കാം. ഇത് നമ്മളെ വീതി കേട് കൊടുത്തിട്ട് വീട്ടിൽ ഞാൻ പാർട്ടിയുടെ പണിക്കാർ താമസം നടത്തുന്നത് കേടിനെ കൊണ്ട് ഇപ്പോൾ പുലിനെ ഇറക്കുന്നതും അവരാണോ സംശയം. ഞാൻ വളരെ സൂക്ഷിച്ച കർഷകനാണ്. എനിക്കത് 50 വർഷമായി കേസ് ഒന്ന് നോക്കാം. എന്നാണ് എന്റെ പേര്. എന്റെ കുടുംബത്തിൽ ഒരാളുടെ 18 ഏക്കറേ ഉള്ളൂ. അത് 10 ആൾക്കാണ്. ഒരേക്കറി 80 സെന്റും ചുറ്റുപാടെ ഈ മണ്ണിലുള്ള അവകാശം അതാണ്. അപ്പോൾ 50 വർഷമായിട്ട് അവിടെ കർഷക ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് കൊടുത്താൽ അപ്പോൾ DFOക്ക് ഞാൻ പരാതി കൊടുത്തു, റേഞ്ചർക്ക് കൊടുത്തു. അവരതിന്റെ റിട്ടേൺ ലെറ്റർ കൊണ്ടുപോയി എഴുതുന്നു. വാക്കാൽ പറയുകയാണ് ഇന്നത്തെ 10 ആൾക്കും നിങ്ങളെ പണിക്കാർക്കുള്ള അവകാശം തരാം. അതുപോലെ ഓഫീസേഴ്സ് മാറുള്ളൂ. അപ്പൊ അത് നമുക്കൊരു ഉറപ്പ് കിട്ടണം. അവിടെ സ്പീക്കർ അലീനും പറയും, ശുദ്ധീകരിക്കും കവി
എന്തോ മറ്റേ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് കൂട്ടിയിടാൻ കാരണം ശരിക്കും വളർത്തിട്ട് പോകാതെ നന്ദി. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.